ഹൈസ്കൂൾ വരെ അടിപൊളിയായിട്ട് പഠിച്ചവരാണ് ഞങ്ങളെല്ലാവരും. ആ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ എന്തായാലും പാസ്സാവുന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസിന് ചെറിയൊരു കോട്ടം തട്ടാൻ പോവാണ്. കാരണം എന്താണെന്നറിയോ? വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പുതിയ പ്രസ്താവന വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനും സാഞ്ചസ് മിസ്സും വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് അത്രയധികം യൂസ്ഫുൾ ആയുള്ള ഒരു ചാനലാണിത്. മാത്രമല്ല ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. മിസ്, എന്താണ് ആ അപ്ഡേറ്റ് എന്നുള്ളത്? അതായത് 1 മുതൽ 9 വരെ പഠിക്കുന്ന മക്കൾക്ക് ഇതുവരെ നമ്മുടെ ലാസ്റ്റ് എക്സാമിൽ സിമ്പിൾ ആയിട്ട് പാസ്സായി അടുത്ത ക്ലാസ്സിലേക്ക് കയറി പോകാൻ വരും. ആ സിസ്റ്റം ഓൾ പാസ് സിസ്റ്റം, എല്ലാവരും പാസ്സാവുക, എല്ലാവരെയും പാസ്സാക്കി വിടുക, എല്ലാവരെയും പാസ്സാക്കി വിടുക. അങ്ങനെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പം 10ാം ക്ലാസ്സിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പോവാണ്. അവിടെ തോൽപ്പിക്കും എന്നുള്ള ഒരു ചടങ്ങ് നടക്കാൻ പോവാണ്. അതായത് മിനിമം മാർക്കിന്റെ സിസ്റ്റം. അതേ ഒരു സിസ്റ്റം ഇനി 9ലും 8ലും 7ലും 1ാം ക്ലാസ് മുതൽ 9 വരെ നടപ്പിലാക്കാൻ പോവാണ്. ചുരുക്കി പറഞ്ഞാല് ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസ് മാത്രം SLC എഴുതിയാൽ മതി, അല്ലെങ്കിൽ മുന്നോട്ട് പോയാൽ മതി. അതിലും ചുരുക്കത്തിൽ ഒരു ഭാഷ എനിക്ക് പറയാൻ കഴിയും: തോൽപ്പിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. വിജയ ശതമാനം കുറയ്ക്കും, അർഹത ഉള്ളവർ മാത്രം പാസ്സായാൽ മതി. മക്കളെ പണി പാളൂല്ലേ? പിന്നെ കൂടാതെ വേറെയുണ്ട് കുറച്ച് കാര്യങ്ങള്. എക്സാമിനേഷന്റെ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ 9th കുട്ടികൾക്ക് അറിയാം. 9ാം ക്ലാസ്സിലാണ് ടെക്സ്റ്റ് ബുക്ക് മാറി, 8ാം ക്ലാസ്സിലാണ് ഹൈസ്കൂളിലേക്ക് വന്ന കുട്ടികളാണ്. അപ്പം അത് മാത്രമല്ല, പുതിയൊരു സിസ്റ്റം, ഒരു കോൺക്ലേവ് ഇപ്പൊ നടന്നതിൽ, കോൺക്ലേവ് എന്ന് വെച്ചാൽ ഒരു മീറ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, നടന്നതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മിസ്സേ, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരാൻ പോവാണ്, അതുപോലെ വൈവ വരാൻ പോവാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിഹേഴ്സൽ നിങ്ങൾക്ക് 9ലും 8ലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിമുടി മാറ്റങ്ങൾ ഈ ഒരു 8th 9th ഇപ്പൊ പഠിക്കുന്ന മക്കളിലേക്കാണ് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ്സിൽ കൊണ്ടിട്ടോ നിങ്ങളുടെ ചേട്ടന്മാർക്ക് ഇതേ പണി കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊരു പണിയായിട്ട് നിങ്ങൾ ഒരിക്കലും കൂട്ടണ്ട, ഒരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾ കൂട്ടണം. അപ്പൊ ഇത് ഇൻഫോം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ഇത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അത് ഇൻഫോം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന വലിയൊരു ചതിയായി പോകും. കാണേണ്ടത്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് പറയുന്ന വേറെ കാര്യം കൂടി ഉണ്ടായ എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇപ്പൊ ഇത് എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് നേരെ വരേണ്ട സ്ഥലം ഏതാണെന്നറിയാം? ഏകണ്ട നമ്മുടെ വാരിയർ ബാച്ചും അതുപോലെ നമ്മുടെ മാവൽസ് ഒക്കെ അടിപൊളിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരെ ഇതായി കാണുന്ന നമ്പർ 9201000600, അതിൽ വിളിച്ച് നേരെ കയറി വന്നാൽ മതി. അപ്പൊ നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ ഈ ഒരു മാറ്റങ്ങളൊന്നും നിങ്ങളെ പേടിപ്പിക്കില്ല. നിങ്ങളെ പേടിപ്പിക്കാനല്ല പറഞ്ഞതും, നമുക്ക് ആദ്യം മുതലേ ഒരു ശ്രദ്ധയോടെ കൂടെ ഇരിക്കാനാണ്. അപ്പൊ ഈ ചേഞ്ചസ് ഒന്നും നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല, കാരണം നിങ്ങളുടെ കൂടെ ഏകണുണ്ട്. അപ്പൊ ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചാലേ എന്ത് പറ്റുള്ളൂ, നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് നേടി ഫുൾ A+ ഒക്കെ നേടിയിട്ട് അടിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്, നമ്മുടെ എക്സാം പാറ്റേൺ മാറും, പേപ്പർ പാറ്റേൺ മാറും. അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് മുന്നിൽ നിൽപ്പുണ്ട്. അതായത് നിങ്ങൾക്കൊരു എടുത്തു നോക്കാൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ചാലഞ്ചിങ് ആണ്. അപ്പൊ അതൊക്കെ മറികടക്കാനുള്ള ഒരു സൊല്യൂഷനാണ് ഏകണം എന്നുള്ളത്. മാത്രമല്ല, ഈ മാറ്റങ്ങളോട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. താഴെ കാണുന്ന നമ്മുടെ ചാറ്റ് ബോക്സ് ഇല്ലേ, കമന്റ് ബോക്സ്, അതിൽ ഒരു കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, തുറന്നു പറയണം. ഓക്കെ, അത് ഞങ്ങളും കൂടെ നിങ്ങളെയാണ് ബാധിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നവരാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾക്കും കൊള്ളാന്നുണ്ട്. അപ്പൊ മിസ്സേ, നമുക്ക് ഒരു അവസാനമായിട്ട് പറയാനുള്ളത്, എന്ത് വന്നാലും നമ്മൾ കുലുങ്ങില്ല, എല്ലാം ഞങ്ങൾ നേരിടും, പൊരുതും. ഓക്കെ, അപ്പം ഞങ്ങൾ പോകുന്നു. കൂടുതൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.